ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഇഷ്ടമാത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനസ്സുവിനിങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് നമ്മുടെ ആഷിതയും അതേപോലെ തന്നെ ആഷിതയുടെ ഭർത്താവും കൂടി വരുന്നത്. അപ്പോൾ ആഷി നല്ല ഒരുങ്ങി വരികയാണ്. നീ എങ്ങോട്ടാടി ഇത്ര രാവിലെ ഒരുങ്ങി പോകുന്നത്? ഇന്നാണെങ്കിൽ സ്കൂളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോവുകയാണമ്മേ. ഹാ അത് കൊള്ളാലോ. ഇത് എപ്പോൾ തുടങ്ങി ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ? വീടൊക്കെ വരെ പോകാറായോ നീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്താണ് വീട്ടിൽ കുറേ വിശേഷങ്ങളല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഇഷിതയെയും മഹേഷിനെയൊക്കെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്, എല്ലാവരെയും കണ്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ചില വർത്തമാനങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. ഇഷിതയും മഹേഷും തമ്മിൽ പിരിയാൻ പോവുകയാണെന്നോ അവർ ഡിവോഴ്സ് ചെയ്യണമെന്നോ നിൻ്റെ അമ്മ പറഞ്ഞെന്നോ? എന്താ സത്യമല്ലേ? നിൻ്റെ അമ്മ അവരെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുകയല്ലേടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആഷിതയാണെങ്കിൽ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ലെങ്കിൽ കൊള്ളാം, പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇഷിതയും മഹേഷും പിരിയാതെ നോക്കേണ്ടത് നിൻ്റെ കടമയാണ്. ഏതായാലും നീ എവിടം വരെയും പോവുകയാണല്ലോ, ഈ കാര്യത്തെക്കുറിച്ച് കറക്റ്റായിട്ട് തന്നെ പറയണം. ഇഷിതയും അതേപോലെ തന്നെ മഹേഷും കൂടി പിരിയാനായിട്ട് പാടില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ മനസ്വിനി പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആഷിത ചോദിക്കണം, അല്ല ഞാൻ ചോദിക്കട്ടെ ഈശ്വരേട്ടാ, ഇതെന്ത് പറ്റിയേ അമ്മയ്ക്ക്? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ടല്ലോ. ഈശ്വരൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനെന്ത് പറയാനായിട്ട്? അമ്മയ്ക്ക് എന്താ ഇങ്ങനെ മാറ്റമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല, എനിക്കതിനെക്കുറിച്ച് ഒരു വിവരണവും ഇല്ല എൻ്റെ പൊന്നെ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു കാര്യം നല്ലതാണ്. ചിലപ്പോൾ അമ്മയുടെ മനസ്സിൽ പേടി കാണും, ഇനിയിപ്പോൾ അവർ തമ്മിൽ വേറെ പിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ മാധവും ഇവരും തമ്മിൽ ഒന്നിക്കുമോ എന്ന്. ഒരിക്കലില്ല ഈശ്വരേട്ടാ, അങ്ങനെ ഒരു ചിന്ത ഇഷിതയുടെ മനസ്സിൽ പോലുമില്ല. അങ്ങനെ ഇഷിത മാധവിൻ്റെ പിന്നാലെ നടക്കത്തുമില്ല. നീ പറഞ്ഞത് ശരി തന്നെയായിരിക്കും, ഇഷിത ഒരിക്കലും മാധവിൻ്റെ പിന്നാലെ നടക്കില്ല. പക്ഷേ മാധവ് നടക്കില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. മാധവ് ചിലപ്പോൾ ഇവളുടെ പിന്നാലെ പോയാലോ? അതുകൊണ്ട് തന്നെ നീ ഏതായാലും വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് തന്നെ വേണം പറയാനായിട്ട്. അവർ തമ്മിൽ ഒരു കാരണവശാലും പിരിയാനായിട്ട് പാടില്ല. എങ്ങനെയെങ്കിലും അവരുടെ ആ ഒരു ബന്ധം ദൃഢമാക്കി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഈശ്വരൻ പറയണം. അങ്ങനെ ഈശ്വരൻ പറഞ്ഞിട്ട് ആഷിത അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പോൾ ഈശ്വരൻ്റെ മനസ്സിലാണെങ്കിൽ ഇങ്ങനൊരു ഭയം ഉണ്ട്, കാരണം ഇനി മാധവ് പിന്നാലെ പോയാലോ എന്നുള്ളൊരു ചിന്തയാണ് ഈശ്വരൻ്റെ മനസ്സിൽ. ഇങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആഷിത നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇതാരാ വന്നിരിക്കുന്ന? മോളോ, കയറി വാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയാമണി വിളിക്കുകയാണ്. അമ്മയുടെ മൗനവ്രതമൊക്കെ അപ്പോൾ അവസാനിച്ചു അല്ലേ? ഈ മൗനവ്രതം എന്നൊക്കെ പറഞ്ഞാലേ അത് മനഃപൂർവ്വം ഞാൻ തന്നെ എടുത്താ, പക്ഷേ എന്നാലും മാഷിനോട് മിണ്ടാതിരിക്കാനൊന്നും എനിക്ക് കഴിയില്ലെന്നേ. എൻ്റെ വായിൽ നിന്ന് വേണ്ടാത്ത വർത്തമാനങ്ങളൊന്നും വരണ്ട. എൻ്റെ വായിൽ നിന്ന് ഓരോ കാര്യങ്ങൾ വീഴുമ്പോഴാണല്ലോ അതെല്ലാം അബദ്ധമായിട്ട് മാറുന്നത്. അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചതാ മോളെ. ഏതായാലും മൗനവ്രതമെങ്കിൽ മൗനവ്രതം, ഞാനായിട്ട് ഒരു പ്രശ്നത്തിനില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഏതായാലും ഈ പിണക്കം മാറ്റാൻ നമ്മുടെ ചിപ്പിമോൾ തന്നെ വേണ്ടി വന്നു അല്ലേ? ആ ഒരു കണക്കിന് കാര്യം പറഞ്ഞ ശരി തന്നെയാണ് അമ്മേ. എന്തിനമ്മേ ഈഷിത ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നത്? അവളൊരു പാവമാണ്. അവളെ പോലൊരു മകളെ കിട്ടിയതേ നിങ്ങളുടെ ഭാഗ്യമാണ്. എനിക്ക് അവളെ പോലൊരു അനിയത്തിയെ കിട്ടിയതേ എൻ്റെയും ഭാഗ്യമാണ്. കാരണം അവൾ ഇതുവരെയായിട്ടും അവളുടെ സ്വന്തമാണെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല. നമുക്കെല്ലാവർക്കും എല്ലാം തരികയാണ് അവൾ ചെയ്തത്. പിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അവൾ മഹേഷിനെ കല്യാണം കഴിച്ചത്, ചിപ്പിമോളുടെ അമ്മ ആകാൻ വേണ്ടി മാത്രം. അങ്ങനെ ആ എഗ്രിമെൻറ്റിൽ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നി. പിന്നെ അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കത് സഹിക്കാനായിട്ട് പറ്റിയില്ല. അതൊക്കെയാണ് ഇവിടെ പ്രശ്നം, അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ലമ്മേ. ഏതായാലും ഈശ്വരേട്ടനും മനസ്സുവിൻ്റെ അമ്മയും കൂടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം അമ്മേ, ഈശ്വരേട്ടന് നല്ല മാറ്റമുണ്ട്. പിന്നെ മനസ്സിനും അമ്മയ്ക്കും ആണെങ്കിൽ നല്ല മാറ്റം. മനസ്സിനും അമ്മയ്ക്കും മാറ്റം? ഇഷിതയുടെ ജീവിതം എങ്ങനെ കുളം തോണ്ട എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് മനസ്സിനി അമ്മ. ആ മനസ്സിനി അമ്മയ്ക്ക് മാറ്റം? അമ്മേ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇഷിതയും മഹേഷും ഒരിക്കലും പിരിയാനായിട്ട് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് അഴിച്ചത് മനസ്സിനിയമ്മ തന്നെയാണ്. എൻ്റെ ദൈവമേ, എന്തെല്ലാമാണ് ഈ നടക്കുന്നത്? എനിക്കിതൊക്കെ ആലോചിച്ചിട്ടേ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സത്യം പറഞ്ഞ മോളെ, എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ്. എന്തെങ്കിലും ആവട്ടെ, മോള് വാ, ഭക്ഷണം വിളമ്പി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ ആഷിതയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിപ്പിയാണ്.
അപ്പോൾ ചിപ്പിയാണെങ്കിൽ അമ്മേ ഇങ്ങോട്ട് വാ അമ്മേ, ദേ വന്നല്ലോ മോൾക്ക് ഭക്ഷണമായിട്ട്. അതെ, മോൾക്ക് വേണ്ടിയുള്ള ചായ ചൂടാറ്റുകയായിരുന്നില്ലേ, അതുകൊണ്ടല്ല അമ്മ ലേറ്റായത്. അയ്യോ, ഞാൻ അത് കിട്ടാത്തത് കൊണ്ടല്ല അമ്മയെ വിളിച്ചത്. പിന്നെ അല്ല, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ ടൂറ് പോകുന്നത്? ഇന്ന് പോകും നാളെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ടൂറ് പോകാതിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ, ടൂറ് പോയില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോഴേക്കും പോയില്ലെങ്കിലേ ചിപ്പി മോള് പിന്നെ മിണ്ടത്ത് പോലുമില്ല, മൗനവ്രതം തുടരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മേ, അപ്പോൾ മൗനവ്രതം തുടരുമോ? ആ, ഞാൻ മൗനവ്രതം തുടരും. പിന്നെ അമ്മുമ്മയെ പോലെയല്ല എൻ്റെ മൗനവ്രതം. എൻ്റെ മൗനവ്രതം എന്ന് പറഞ്ഞാലേ സ്കൂളിൽ പോയാൽ പോലും ഞാൻ ഒരു അക്ഷരം വേണ്ടില്ല. ദേ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ടീച്ചർമാർ പറയും, അയ്യോ ഈ കൊച്ചിന് എന്തൊക്കെയോ അസുഖമുണ്ടല്ലോ, അതുകൊണ്ട് ഈ കൊച്ചു വീട്ടിലേക്ക് പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചർമാർ എന്നെ പറഞ്ഞു വിടും. അപ്പം എന്താകും അമ്മേ? അപ്പോഴാണ് നമ്മുടെ രാമൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ രാമൻ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, മോളെ കേട്ടല്ലോ, അതുകൊണ്ട് ടൂറ് പോണ കാര്യം എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്തോ, അല്ലെങ്കിലേ ഇവിടെ മൗനവ്രതം ആരംഭിക്കുവേ. മൗനവ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ കാര്യങ്ങളെല്ലാം. അച്ഛാ, എനിക്ക് ലീവ് കിട്ടി അച്ഛാ, എനിക്ക് ലീവ് കിട്ടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അച്ഛാ. പക്ഷേ മഹേഷിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ, മഹേഷിന് ലീവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഞങ്ങളൊന്ന് ഉറപ്പൊന്നും പറയാത്തതച്ചാ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ചിപ്പി പറയാ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഡാഡിക്ക് ലീവ് കിട്ടും, നിങ്ങൾ ടൂറ് പോയേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുക. ആ സമയത്താണ് ദേ വരുന്നു നമ്മുടെ മഹേഷ്. അപ്പോൾ മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ആഹാ വന്നല്ലോ മഹേഷ്, വാ മഹേഷേ. അങ്ങനെ മഹേഷിൻ്റെ കയ്യിൽ ഒരു കവറും ഉണ്ട്. ഡാഡി ഇതെന്താ ഡാഡി എന്ന് ചിപ്പി ചോദിക്കാം. തുറന്നു നോക്ക് എന്താന്ന്. അങ്ങനെ ചിപ്പി ആ ഒരു ബോക്സ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കല്ലോ സ്വീറ്റ്സ്. സ്വീറ്റ്സ് ആണല്ലോ ഡാഡി. അപ്പോൾ ഇഷിത ചോദിക്കുകയാണ്, എന്തെങ്കിലും വിശേഷമുണ്ടോ? താൻ പറഞ്ഞ സത്യം തന്നെയാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? അതെ, എനിക്ക് ലീവ് സാങ്ഷനായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇഷിത ചോദിക്കുകയാണ്, സത്യമാണ് പറഞ്ഞത്? സത്യമാണ്, എനിക്കിത് വിശ്വസിക്കാവോ? സത്യം പറ മഹേഷേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാമനാണെങ്കിൽ, മോളെ അവനെന്തിനാ ഈ കാര്യത്തിൽ കള്ളം പറയുന്നത്? അവൻ പറയുന്നത് സത്യമായിരിക്കും, അവന് ലീവ് കിട്ടിയിട്ടുണ്ടാവും. അതേടോ, എനിക്ക് ലീവ് കിട്ടിയെന്നേ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്, അതുകൊണ്ടാണല്ലോ ഈ സ്വീറ്റ്സ് കൊണ്ടുവന്നത്. അപ്പോൾ ചിപ്പിക്ക് സന്തോഷം തോന്നുകയാണ്. ആഹാ, അപ്പം നിങ്ങൾ എങ്ങോട്ടാണ് ടൂറ് പോകുന്നത് പ്ലാൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ടൂറ് പോകണം. ഞാനേ ആദിയേട്ടനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദിയോട് നീ ഈ കാര്യം പറഞ്ഞോ? കൊള്ളാലോ. പിന്നെ എൻ്റെ ചേട്ടനോട് ഈ കാര്യം പറയണ്ടേ? പറയണം. എന്നിട്ട് ചേട്ടൻ എന്തു പറഞ്ഞു? ചേട്ടൻ പറഞ്ഞത്, ദേ ചേട്ടന് ഭയങ്കര സന്തോഷമായി, ചിപ്പി നീ കൂടെ പോകണ്ട, ദേ അവർ രണ്ടുപേരും തനിച്ച് മാത്രം ടൂറ് പോയാൽ മതി, പിന്നെ ടൂറ് പോകാനുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്തിട്ട് അയച്ചു തരാമെന്നാ ആദ്യമായിട്ടും പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ആഹാ രണ്ടുപേരും ആള് കൊള്ളാലോ, അപ്പം ഞങ്ങൾ എങ്ങോട്ട് ടൂറ് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണല്ലേ? അതെ, ഞങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാരണം തൻ്റെ രണ്ട് മക്കളും ഒരുമിച്ച് കൂടിയല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ രാമനാണെങ്കിൽ, അതെ ഞാൻ ഈ സന്തോഷ വാർത്തയെ മാഷിനോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രാമനെ പുറത്തേക്ക് ഇറങ്ങി പോവുക. അപ്പോൾ ചിപ്പിയാണെങ്കിൽ, എങ്കിലേ ഞാൻ അമ്മമ്മയോടും പോയി പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിയും പുറത്തേക്ക് പോവുക. അപ്പോൾ അവർ രണ്ടും കൂടി പുറത്തു പോയി കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ആണെങ്കിൽ ചിപ്പി മോളുടെ സന്തോഷം, അതിനുവേണ്ടി നമുക്ക് ഈ ടൂർ പോയേ മതിയാവുള്ളൂ ഇഷിത എന്ന് പറയാണ്. അതിനെന്താ കുഴപ്പം, അവൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. ചിപ്പിമോളെ പോലൊരു മകളെ കിട്ടിയതേ മഹേഷിൻ്റെ ഭാഗ്യമാണ്. അതേപോലെ തന്നെ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റിയതും അവളെ എനിക്ക് കിട്ടിയതും അതും ഭാഗ്യം തന്നെയാണ് എന്ന് പറയുക. താനും എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അതും എൻ്റെ ഒരു ഭാഗ്യമാണ്. തന്നെ പോലൊരു ആളെ എനിക്ക് കിട്ടിയില്ലേ, അതെൻ്റെ ഭാഗ്യമല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിതയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. അങ്ങനെ ഇഷിത പറയുകയാണ്, ഈ ലോകത്ത് ഒരു ഭാഗ്യമില്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഒരു ഭാഗ്യമില്ല, ഒരു നശിച്ച ജന്മമാണ് എൻ്റേത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എന്താടോ താൻ ഈ പറയുന്നത്? താൻ എത്ര കുട്ടികളെ ചികിത്സിച്ചിട്ടുള്ളതാ? അവരുടെയൊക്കെ പേരൻസുകളെ തന്നെ എത്രമാത്രം അനുഗ്രഹിക്കുന്നുണ്ടാവുമെന്നറിയാവോ? എത്രമാത്രം പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ട് താന്. എന്നിട്ടാണോ ഇങ്ങനെ ഭാഗ്യമില്ല എന്നൊക്കെ സ്വയം വരുത്തി തീർക്കുന്നത്? പിന്നെ അതുമാത്രമല്ല,
ചിപ്പിയും എത്രമാത്രം തന്നെപ്പോലൊരു അമ്മയെ കിട്ടിയത് സന്തോഷമായിട്ട് കരുതുന്നുണ്ടെന്നറിയാവോ? ഇതേപോലെ ഒരു അമ്മയെ കിട്ടിയത് അവളുടെ ഭാഗ്യമായിട്ട് തന്നെയാണ് അവൾ കരുതുന്നത്. പിന്നെ തനിക്ക് ഒരമ്മയാകാൻ പറ്റില്ല എന്നതാണോ തൻ്റെ ഏറ്റവും വലിയ കുറവായിട്ട് താൻ കാണുന്നത്? എടോ, അതൊക്കെ ഒരു കുറവല്ലടോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, തന്നെ പോലെ ഈ ലോകത്ത് വേറെ ആരുമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ തന്നെ പോലെ താൻ മാത്രമേ ഉള്ളടോ. താനാണ് എൻ്റെ ലോകം. ഇത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുകയാണ്. പിന്നെ തന്നെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഈ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തിയാലും എൻ്റെ ഈ കൈകളില്ലേ തന്നെ എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും തന്നെ ഞാൻ കൈ വിടില്ലടോ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഇത് ഞാൻ തരുന്ന വാക്കാണ്. താൻ ഒരിക്കലും ലോകത്ത് ഒറ്റപ്പെട്ടു പോകില്ല. ഈ മഹേഷ് തൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, ഇങ്ങനെ എപ്പോഴും ചേർത്ത് പിടിക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിയ അങ്ങനെ ഇഷിത നേരെ മഹേഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടും കരയുകയും സന്തോഷിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മഹേഷിനും അതേപോലെ സന്തോഷം തോന്നുകയാണ്. തന്നെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ പുണ്യോടോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.